ടർബോ ചാർജർ വെച്ചിട്ടുള്ള കാറിൻ്റെ എഞ്ചിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്താണ് ഒരു ടർബോ ചാർജ്ഡ് കാർ എഞ്ചിൻ അല്ലെങ്കിൽ ടർബോ ചാർജ്ഡ് കാർ? ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള റീൽസാണ് പഴയ മോഡൽ കാറുകളിലെല്ലാം ടർബോ കയറ്റുന്നത്. അതുതന്നെയല്ല, ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് 3 സിലിണ്ടർ എഞ്ചിനാണോ 4 സിലിണ്ടർ എഞ്ചിനാണോ നല്ലത്. 3 സിലിണ്ടർ വിത്ത് ടർബോ ചാർജ്ഡ് വരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ സ്വിഫ്റ്റൊക്കെ 3 സിലിണ്ടറാണ്. 4 വന്നിരുന്നത് 3 സിലിണ്ടർ ആക്കി. അതുപോലെ ഒട്ടുമിക്ക കാറുകളും ടാറ്റയുടെ എല്ലാ കാറുകളും 3 സിലിണ്ടർ വരുന്നുണ്ട്. നേരെ വീഡിയോയിലുണ്ട്. സാധാരണ വാഹനം നിർമ്മിക്കുന്നത് നോർമലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള എൻജിൻസ് എന്നുള്ള രീതിയാണ്. അതായത് ഒരു വാഹനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അതിന് ഫ്യുവലും വേണം, എയറും വേണം, അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇഗ്നിഷനും വേണം. ഈ 3 കാര്യങ്ങൾ ചെല്ലുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ കമ്പൽഷൻ IC എഞ്ചിനിൽ കമ്പൽഷൻ അല്ലെങ്കിൽ സ്ഫോടനം നടക്കുന്നത്, അല്ലേ? അപ്പോൾ നോർമലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എയർ ഇൻടേക്കിൽ കൂടെ വാഹനം പോകുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കൂടെ ഇങ്ങനെ എയർ തള്ളി കയറുന്നതാണ് നോർമലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. അപ്പോൾ എന്താണ് ടർബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടർബോ എന്ന് പറയുന്ന ആ ടൈമിൽ തന്നെയുണ്ട്. അതായത് ഒരു ടർബോ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എയർ ഇൻടേക്കിലോട്ട് അല്ലെങ്കിൽ എയർ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുക. പക്ഷേ ഈ എയർ സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ എയർ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ എക്സോസ്റ്റിലൂടെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എക്സോസ്റ്റിലൂടെ പോകുന്ന ആ ഒരു ഗ്യാസസ് കത്തിയിട്ടുള്ള ആ ഒരു എക്സോസ്റ്റ് ഗ്യാസസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാസ് ഒരു ടർബോയുടെ അതായത് ഒരു ബ്ലോവർ മാതിരിയുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് ബ്ലോവർ, അതായത് കറക്കാനുള്ള യൂണിറ്റും മെക്കാനിക്കലായിട്ട് ഡ്രിവൺ ചെയ്തിട്ട് അടുത്ത ഇതിലൊരു ബ്ലോവർ ഫാനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇതിൽ തട്ടി, അതായത് ഈ ബ്ലോവർ പോലുള്ള ഫാനിൽ തട്ടി ഹൈ സ്പീഡായിട്ട് കറങ്ങുകയും ഇപ്പുറത്തെ ഒരു കാറ്റ്, അതായത് നല്ല രീതിയിൽ സ്പീഡായിട്ടുള്ള കാറ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഹൈ സ്പീഡായിട്ടുള്ള ഇങ്ങനത്തെ എയർ, അതായത് വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഇത്തരം എയറാണ് നമ്മുടെ എയർ ഇൻടേക്കിലൂടെ വാഹനത്തിന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഗുണം 3 സിലിണ്ടർ ആയിട്ടുള്ള ഒരു വാഹനത്തിന് കൂടുതലായിട്ടുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ പവർ കുറഞ്ഞിട്ടുള്ള എഞ്ചിനിൽ 3 സിലിണ്ടർ എഞ്ചിനിലൊക്കെയാണ് കൂടുതലായിട്ടും ടർബോ ചാർജർ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ ട്രാക്കിൽ ഓടുന്ന വണ്ടികൾ, അതായത് ഹൈ സ്പീഡായിട്ട് നമുക്കിപ്പോൾ പെർഫോമൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോയ്ക്കൊക്കെ പ്രദർശിപ്പിക്കുന്ന വണ്ടികൾ, ഇതിലൊക്കെയാണ് നമ്മൾ ടർബോ ചാർജർ കൂടുതൽ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പവർ ഇഷ്ടപ്പെടുന്നത്, അതായത് ചിലർ നോർമലി വണ്ടികൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ യൂസേജിന് വണ്ടി ഓടിക്കും. ചിലർ ഒരുപാട് പവർ ഇഷ്ടപ്പെടുന്നയാളാണ്, അതായത് ഭയങ്കര പവർ പാക്കായിട്ട് വണ്ടി ഓടിക്കണം. അതായത് തൊടുമ്പോഴേ ത്രോട്ടിൽ പൊസിഷനിൽ അല്ലെങ്കിൽ നമ്മൾ ത്രോട്ടിലിൻ്റെ ആ ഒരു ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ തന്നെ വളരെ സ്പീഡിൽ റെസ്പോൺസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ടർബോ ചാർജർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിന് അത്രത്തോളം ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി മാനുഫാക്ചേഴ്സ് നോക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സൈസ് കുറയ്ക്കാം. 3 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ സൈസ് കുറയും, കോമ്പാക്റ്റ് ആവും, പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിനിലോട്ട് ഈ ടർബോ ആഡ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് ആ 4 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് ഏകദേശം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുവെങ്കിലും പ്രാക്ടിക്കലി അങ്ങനെയൊന്നുമല്ല. വൈബ്രേഷൻ ഉണ്ടാവും, കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ടർബോ ചാർജറിൻ്റെ വേറൊരു കാര്യങ്ങളും ഉണ്ട്, ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർബോ ചാർജർ, അതായത് നമ്മൾ കൊടുക്കുന്ന എക്സോസ്റ്റ് ഗ്യാസസിൽ നിന്ന് ഈ സാധനം കറങ്ങി ഇപ്പുറത്ത് ഒരു എയർ കടന്ന് സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആ പ്രഷർ ഉണ്ടാക്കും. പക്ഷേ ആ പ്രഷർ എപ്പോഴും എന്തായിരിക്കും? ഹോട്ടായിട്ടുള്ള ഒരു എയർ ആയിരിക്കും. കോൾഡ് എയർ ഇൻടേക്കും ഹോട്ട് എയർ ഇൻടേക്കും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇൻ്റർകൂളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞാൽ ഒരു കോയിൽ അസംബ്ലിയാണ്. അപ്പം നമ്മുടെ ചൂടായിട്ടുള്ള, അതായത് ബ്ലോവറിൽ നിന്നുള്ള ആ ചൂട് കാറ്റിനെ, കംപ്രസ് ചെയ്തിട്ടുള്ള ആ ചൂട് കാറ്റിനെ ഈ കോയിൽ വഴി കടത്തിവിടുകയും അതേപോലെ തന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ ഇൻ്റർകൂളർ പ്ലേസ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ബമ്പറിൻ്റെ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫ്രണ്ട് വശത്തായിട്ടാണ്, റേഡിയേറ്ററിൻ്റെ ഇപ്പുറത്തെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ശക്തമായ കാറ്റ് ഇതിലൂടെ തട്ടുകയും അതേപോലെ ചൂടായിട്ടുള്ള ആ ഒരു എയർ തണുത്ത് നമ്മുടെ എയർ ഇൻടേക്കിലോട്ട് പോവുകയും ചെയ്യുന്നു. ടർബോ ചാർജർ എഞ്ചിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വളരെ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസ് കിട്ടും, അത് വളരെ പവർ പാക്കായിട്ട് വണ്ടി പോകും, അതുപോലെ തന്നെ വളരെ സ്പീഡിലെത്തിക്കും. അത് BHP എന്ന് പറയും, അതായത് നമ്മുടെ എഞ്ചിൻ പവർ കൂട്ടാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതിനും ഡ്രോബാക്ക് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ റിലയബിലിറ്റി അതിനെ ബാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഒരു മെക്കാനിക്കലി ഓടുന്ന ഒരു വണ്ടിയെ കൂടുതൽ ഒരു മെക്കാനിക്കൽ കോംപ്ലക്സിറ്റിയിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കലായിട്ട് കുറേയധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിങ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മെക്കാനിക്കൽ കോംപ്ലക്സിറ്റി കൂടുന്ന വഴി ഇതിനുള്ള അതായത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇൻ്റർകൂളർ കറക്റ്റായിട്ട് നോക്കണം, ഇൻ്റർകൂളറിൻ്റെ കോയിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ടർബോ ചാർജറിൻ്റെ ഫാന്, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓയിൽ, ഇതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ, അതായത് സ്പീഡ്, RPM, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിലെന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പെർഫോമൻസിനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ടർബോ ചാർജർ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വൈസിൽ കുറച്ചധികം പ്രശ്നങ്ങളും ഇതിനുണ്ട്.
എപ്പോഴും പ്രിഫറബിളി നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ കമൻറ്റ് ചോദിച്ചാൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് 3 സിലിണ്ടർ എഞ്ചിൻ പോരെ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിൻ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്യാവശ്യം കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു വാഹനം സെലക്ട് ചെയ്യുന്നതെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിൻ ഒട്ടും പോരാ എന്ന് തന്നെയാണ് അർത്ഥം. കാരണം 3 സിലിണ്ടർ എഞ്ചിൻ ആൾ കയറി കഴിഞ്ഞാൽ വലിവ് കുറയും. അപ്പോൾ അതിലോട്ടൊരു ടർബോ ചാർജർ കൂടെ ഇല്ലാത്ത പക്ഷം നമുക്ക് AC ഇടാനോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഇത് വലിവ് കുറഞ്ഞ് നമുക്ക് ഓടിക്കുന്നില്ല. കാരണം ചിലർ മാത്രമേ ഉള്ളൂ ഡ്രൈവിങ്ങിൽ കംഫർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് വളരെ നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുള്ളൂ. അതായത് ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞവരും അല്ല അങ്ങനെയൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം എന്താ പറയുന്നത് എങ്ങനെയെങ്കിലും ഓടിച്ചൊരു സ്ഥലത്ത് എത്തിയാൽ മതി എന്നുള്ള രീതിയിലുള്ളവർ. പക്ഷേ അങ്ങനെയല്ലാതെ ഡ്രൈവിങ്ങിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ 3 സിലിണ്ടർ എഞ്ചിനൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. 3 സിലിണ്ടർ എഞ്ചിൻ വിത്ത് ടർബോ പോലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. 4 സിലിണ്ടർ എഞ്ചിനോ അല്ലെങ്കിൽ 6 സിലിണ്ടർ എഞ്ചിനോ അല്ലെങ്കിൽ ഈ 4 സിലിണ്ടർ വിത്ത് ടർബോയോ ഒക്കെയാണ് എല്ലാവരും കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്. അതായത് ഡ്രൈവിങ്ങിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെയാണ് ഈ ടർബോ ചാർജർ എഞ്ചിൻ അല്ലെങ്കിൽ സിലിണ്ടർ കൂടുമ്പോൾ ഉള്ള പെർഫോമൻസിൻ്റെ ആ ഒരു ഗുണവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പം ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.